ആതുരാലയത്തിന്റെ വരാന്തകളിൽ വിശന്നിരിക്കുന്നവർക്ക് മുന്നിൽ അന്നം വിളമ്പിയവരെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പാവങ്ങൾക്ക് പൊതിച്ചോറെത്തിക്കുന്ന ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ ദിവസവും 4000-ഓളം പേരാണ് വിശപ്പകറ്റുന്നത്. ഈ കനൽ എരിഞ്ഞടങ്ങുമ്പോൾ വയറെരിയുന്നവരുടെ മനസ്സ് നിറയും. വിശന്ന് വലയുന്നവരുടെ പശി അടക്കാനാണ് തിരുവനന്തപുരം തൊഴുവൻകോട് സ്വദേശിനി വാസന്തി അമ്മയുടെ അധ്വാനം. അടുപ്പിൽ അരി തിളച്ചുമറിയുന്നു. മീനും തോരനും ചമ്മന്തിയുമെല്ലാം രുചിയുടെ വാസനയായി നിറയുന്നു. എല്ലാ വിഭവങ്ങളും തയ്യാർ. വാസന്തി അമ്മയുടെ കൊച്ചുമകൻ വാഴയില വെട്ടിക്കൊണ്ടുവന്നു. എണ്ണ തേച്ചു വാട്ടിയ വാഴയിലയിലേക്ക് ഇനി കൂടിച്ചേരൽ. അവരിവിടെ വന്ന് നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെട്ട് അന്ന് തൊട്ട് ഞാൻ 1, 2, 3 പൊതി കൊടുത്തു വിടും. നമ്മൾ കഴിക്കണേക്കാളും ഭംഗിയായിട്ട് മീനും പൊരിച്ച് മുട്ടയും പൊരിച്ച് തോരൻ ചമ്മന്തി അച്ചാറ് നല്ല രീതിയിൽ പൊതി കട്ടി ആക്കായിരുന്നാലും കൊടുത്തിട്ടുണ്ട്. കൊടുക്കണത് ഇന്നും കൊടുക്കണത് ഇങ്ങനെ തന്നെ. ശാരീരിക പരാധീനതകൾക്ക് നടുവിലും ഇവർ പൊതിച്ചോർ മുടക്കാറില്ല. വാസന്തിയമ്മ ഉണ്ടാക്കിയ രുചികരമായ ഭക്ഷണം അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. ഇനി പൊതി കെട്ടാം. അല്പസമയത്തിനകം തന്നെ ഡിവൈഎഫ്ഐക്കാർ വന്ന് ഈ പൊതി എടുത്തുകൊണ്ട് പോകും. ഈ ഭക്ഷണം കാത്ത് ആരോ ഒരാൾ, ഒരു വിശക്കുന്ന വയർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും ആ സ്നേഹപ്രവാഹം അങ്ങനെ അങ്ങ് തുടരുകയാണ്. വിതരണ കൗണ്ടറിൽ വാസന്തിയമ്മയെ പോലുള്ള അമ്മമാരുടെ സ്നേഹപൊതികളെത്തി. ഭക്ഷണം തേടി ആളുകളുടെ നീണ്ട നിര. 200 പൊതിച്ചോർ നൽകി ഡിവൈഎഫ്ഐ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് 10,000-കണക്കിന് പേരുടെ വിശപ്പകറ്റുന്നത്. അന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഐ സാജു ഇന്നും ഹൃദയപൂർവ്വം ഈ ദൗത്യത്തിനൊപ്പമുണ്ട്. 200 ഭക്ഷണപ്പൊതിയുമായിട്ടാണ് ഞങ്ങളത് തുടങ്ങിയത്. 200 ഭക്ഷണപ്പൊതി നൽകുമ്പോൾ അന്നത് തികഞ്ഞിരുന്നില്ല. ക്യൂവിൽ ഇനിയും ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ഇതറിഞ്ഞ് ഞങ്ങളെ ശാസന രൂപത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഡിവൈഎഫ്ഐ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരാൾക്ക് പോലും ഭക്ഷണം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകരുത്. തൊട്ടടുത്ത ദിവസം 200 കൊടുത്തത് 5000-ആയി വർദ്ധിപ്പിച്ച് എല്ലാ ആളുകൾക്കും എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ദിവസവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം 4000 പേരാണ് ഡിവൈഎഫ്ഐയുടെ കരുതലിൽ വിശപ്പകറ്റുന്നത്. മാനവികതയും രാഷ്ട്രീയവും രണ്ടാണ്. പൊതിച്ചോറിൽ രാഷ്ട്രീയം ചെയ്യുന്നത് മനുഷ്യവിരുദ്ധവും. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ പൊതിച്ചോറും ഭക്ഷണവും ഒക്കെ നൽകുന്ന ഇടത്ത് രാഷ്ട്രീയം പറഞ്ഞ് കൊടികുത്തി അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിച്ച് ഭക്ഷണം നൽകുന്നു, അതുമാത്രമാണ് കയ്യേറുന്നു സ്ഥലം, അതുമാത്രമാണ് എതിർത്തത് എന്ന് പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞു. എങ്കിലും അതിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ മറ്റൊരു വ്യത്യാസങ്ങളും കൽപ്പിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് നമ്മളെല്ലാം ഒരുമിച്ച് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. പൊതിച്ചോറും ആഹാരവും ഒക്കെ നൽകുന്നത് ആര്, അതിൻ്റെ ലക്ഷ്യമെന്ത്, അത് കിട്ടുന്ന കഴിക്കുന്ന അന്നം കഴിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ എന്ത് എന്നത്.